നിങ്ങൾ ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, സാലറി വന്നു, ക്രെഡിറ്റ് കാർഡ് ബിൽ, റെൻറ്റ്, പുതിയ ഡ്രസ്സ്, പുറത്തുനിന്നൊരു ഡിന്നർ, കടം വാങ്ങിയ പണക്കാരൻ ഫ്രണ്ടിന് ക്യാഷ് റിട്ടേൺ അടിക്കുന്നു. 5-ാം തീയതി ആവും മുന്നേ നിങ്ങളുടെ സാലറി തീരുന്നു. ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരുന്നു ഇത്. ഈ സൈക്കിളിൽ നിന്ന് പുറത്തു വന്നത് ഈ വീഡിയോയിൽ പറയുന്ന 8 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾ ഫിനാൻഷ്യലി കൂടുതൽ ഡിസിപ്ലിൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഫസ്റ്റ് പോയിന്റ് ഈസ് ഫൗണ്ടേഷൻ ചെക്ക്. ഒരു മാസത്തെ ഫുൾ വരവും ചിലവും കാൽക്കുലേറ്റ് ചെയ്യുക എന്നത് ബോറിംഗ് ആണെന്ന് കരുതിയിട്ടാവാം മിക്കവരും ബജറ്റ് ചെയ്യാത്തത്. ബട്ട് ഒരു ബജറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് 80% ഇന്ത്യക്കാരും പേ ചെക്ക് ടു പേ ചെക്ക് എന്ന രീതിയിൽ ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ആ മാസത്തെ ഫുൾ വരവും ചിലവും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൈക്കോളജിയിൽ ഇതിനെ മെൻ്റൽ അക്കൗണ്ടിങ് എന്ന് പറയും. അതായത് നമ്മുടെ വരുമാനം നമ്മൾ ഒരു പേപ്പറിലോ കാൽക്കുലേറ്ററിലോ എഴുതി കൂട്ടാതെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളിന് നമുക്കൊരു മാസം സാലറി വന്നു, കൂടെ ബോണസ് അല്ലെങ്കിൽ ടാക്സ് റീഫണ്ട് വരുന്നു. കയ്യിൽ എക്സ്ട്രാ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ ആ ക്യാഷിന് വേണ്ട ചിലവുകൾ കണ്ടെത്തുന്നു. പുതിയ ഫോൺ, പുതിയ വാച്ച് ഓർ ആൻ ഇൻ്റർനാഷണൽ ട്രിപ്പ്. ആ ക്യാഷ് തീരുന്നു. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ക്യാഷ് തന്നെയാണ് നമുക്ക് ബോണസായും ടാക്സ് റീഫണ്ടായും തരുന്നതെന്ന കാര്യം പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. നമുക്കത് എവിടെ നിന്നോ കിട്ടുന്ന ഫ്രീ മണി മാത്രമാണ്. സൊല്യൂഷൻ സിമ്പിളാണ്. നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. ഒരു മാസത്തെ എല്ലാ വരവും ചിലവും കൂട്ടുക. അതിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടില്ലെങ്കിൽ ഹോം ലോൺ EMI, ഗ്രോസറീസ്, ഫോൺ ബിൽ, വാട്ടർ ബിൽ, എഡ്യൂക്കേഷൻ ബിൽ, ഇലക്ട്രിസിറ്റി, ഫ്യൂവൽ, ഇൻഷുറൻസ് എന്നിവയെല്ലാം ഇതിൽ കൂട്ടാം. ബാക്കി നേരത്തെ പറഞ്ഞില്ലേ എസെൻഷ്യൽസ് അല്ലാത്ത എക്സ്പെൻസസ്, അതായത് നെറ്റ്ഫ്ലിക്സ്, സ്നാക്സ്, ട്രാവൽ, മൂവീസ് തുടങ്ങിയവ അതിവിടെ നിന്ന് ഒഴിവാക്കുക. ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഹൗസിംഗ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ടോട്ടൽ സാലറിയുടെ 30% മേളിൽ പോകുന്നത് നോക്കുക. ഗ്രോസറീസ് ആൻഡ് ഫുഡ് 20%, ഇൻഷുറൻസ് ആൻഡ് അതർ യൂട്ടിലിറ്റി ബിൽസ് എല്ലാം 10% താഴെ. സോ ഇങ്ങനെ നിർത്താൻ നോക്കുക എപ്പോഴും. ലുക്ക് ഫോർ സേവിംഗ് റൂം. നമുക്കൊരു മാസം വരുന്ന സാലറിയിൽ സ്പെൻഡിംഗ് എല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യാൻ ബാക്കി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകമും സ്പെൻഡിങ്ങുമായി ഒരു ബാലൻസ് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളിന് നിങ്ങളുടെ സാലറി 20,000 രൂപയാണെന്ന് കരുതുക. ബേസിക് എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ ഒരു 1000 രൂപ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫിനാൻസ് ഷഫിൾ ചെയ്യേണ്ടതാണ്. സോ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 1 ചിലവ് കുറയ്ക്കാൻ നോക്കുക, 2 നിങ്ങളുടെ ഇൻകം കൂട്ടാൻ നോക്കുക. ചിലവ് എങ്ങനെ കുറയ്ക്കാനാവും? ചീപ്പറായ ആൾട്ടർനേറ്റീവ്സ് നോക്കുക. മീൻസ് ചിലവ് കുറയ്ക്കാൻ ഇപ്പോൾ താമസിക്കുന്ന 3 BHK 15,000 രൂപ റെൻ്റുള്ള വീട് മാറി മറ്റൊരു ചെറിയൊരു വീട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി മറ്റൊരു വീട് നോക്കുക. 2 എങ്ങനെ ഇൻകം കൂട്ടാനാവും? അതിനുണ്ട് 2 വഴികൾ. 1 പാർട്ട് ടൈം ജോലി ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അനദർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുക. 2 പുതിയ കോഴ്സസ് പഠിച്ച് അപ്സ്കില്ല് ചെയ്യുക. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ തന്നെ നമ്മൾ പലരും കടത്തിൻ്റെ കെണിയിൽ പെട്ടുപോകുന്നത്. ദ ഫിനാൻഷ്യൽ സസ്പെൻഷൻ. സ്റ്റഡീസ് പറയുന്ന 75% ഇന്ത്യൻസിനും 1,00,000 മുകളിലുള്ള ഒരു എമർജൻസി എക്സ്പെൻസസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബിൽ താങ്ങാനാവില്ല എന്നാണ്. സെയിം 75% ആൾക്കാർക്കും ഒരു എമർജൻസി ഫണ്ട് പോലുമില്ല. സോ നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഒരു 6 മാസം നിങ്ങളുടെ ബേസിക് എക്സ്പെൻസസിൻ്റെ അത്രയെങ്കിലും സേവ്ഡ് അപ്പ് ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ബേസിക് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 രൂപയാണെന്ന് കരുതുക. എങ്കിൽ നിങ്ങൾ 1,80,000 രൂപ സേവ് ചെയ്ത് ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ഡെറ്റ് ഫണ്ടിലോ സേവ് ചെയ്ത് വയ്ക്കുക. അത് പെട്ടെന്നൊരു ദിവസം കടം വാങ്ങി എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. കുറേശ്ശെ നമ്മുടെ കയ്യിൽ മന്ത്ലി വരുന്ന സാലറിയുടെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇട്ട് ആ ഒരു എമൗണ്ട് എത്തുന്നവരെ ഇട്ടുകൊണ്ടേയിരിക്കുക. ആ ക്യാഷ് എങ്ങനെ ഈസിയായി സേവ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ 274 റുപ്പീസ് എന്ന ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓൾസോ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഒരിക്കലും നിങ്ങളുടെ വെക്കേഷന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ക്രേവിങ്സിന് വേണ്ടിയിട്ടോ ഒന്നും വാങ്ങിച്ച് ചിലവാക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തൊരവസ്ഥ വരില്ലേ? ഒരു ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ കാർ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ഒരു എമർജൻസി ഹൗസ് മെയിൻ്റനൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പേ ഓഫ് ഡെറ്റ്. 62% ഇന്ത്യൻസും കടത്തിലാണ്. അവർക്ക് ആവശ്യമില്ലാത്ത ലക്ഷറി ഫോൺസ് വാങ്ങി ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ കടത്തിൽ. നിങ്ങൾ ചെറുതാണെന്ന് കരുതിയെടുക്കുന്ന EMI നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മന്ത്ലി ഇൻകം, സേവിങ്സ് എല്ലാം തീർക്കും. അഥവാ നിങ്ങൾക്ക് കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനുള്ള ബെസ്റ്റ് 2 സ്ട്രാറ്റജീസ് ഞാനിവിടെ പറയാം. 2 വഴികളാണുള്ളത്. 1 അവലാഞ്ച മെത്തേഡ്, 2 സ്നോബോൾ എഫക്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് ലോൺസ് ഉണ്ട്. ലോൺ 1 9 lakhs at 7% ഇൻട്രസ്റ്റ് റേറ്റ്. ലോൺ 2 1 lakh at 12% ഇൻട്രസ്റ്റ് റേറ്റ്. ലോൺ 3 lakhs at 18% ഇൻട്രസ്റ്റ് റേറ്റ്. അവലാഞ്ച മെത്തേഡിൽ ഇതിൽ നിങ്ങളുടെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോൺ ആദ്യം അടച്ചു തീർക്കുക. മീൻസ് ലോൺ 3 ആദ്യം അടച്ചു തീർക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലോൺ 2 ആൻഡ് ദെൻ ലോൺ 1. സ്നോബോൾ മെത്തേഡ്. ഈ മെത്തേഡിൽ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല എങ്കിലും ഇത് സൈക്കോളജിക്കലി ഒരു ബെറ്റർ അപ്രോച്ചാണ്. കാര്യം ഇൻട്രസ്റ്റ് റേറ്റിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ കുറവ് ലോൺ എമൗണ്ട് ഉള്ളത് ഏതാണോ അത് ആദ്യം അടച്ചു തീർക്കുന്നു. ഞാൻ പേഴ്സണൽ ഫിനാൻസിൽ കുറച്ചുകൂടി സീരിയസ് ആയ ശേഷം എൻ്റെ എല്ലാ കടങ്ങളും ഞാൻ അടച്ചു തീർത്തു. അതിനാദ്യം ചെയ്തത് ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റ് എടുത്തു. എന്നിട്ട് എൻ്റെ ഓരോ കടങ്ങളും ഞാൻ എഴുതി, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്സും, എല്ലാ കുഞ്ഞു കടങ്ങൾ പോലും. ഓരോ തവണ ഞാൻ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ ശേഷം ആ സ്പ്രെഡ്ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യും. ബാലൻസിന് എത്ര എമൗണ്ട് കൂടി ഉണ്ട് എന്ന്. ഓരോ തവണ ആ എമൗണ്ട് കുറഞ്ഞു വരുമ്പോഴും അതെനിക്കൊരു മോട്ടിവേഷനാണ് വീണ്ടും പേ ചെയ്ത് അത് തീർക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ കടങ്ങൾ ഒരുവിധം കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ബാലൻസ് ഉണ്ടാവും. സോ അതെന്ത് ചെയ്യണമെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട്. റിട്ടയർമെൻറ്റ് ഫണ്ടായി ഒരിക്കലും നിങ്ങൾക്ക് PPF, NPS, EPF
അതൊന്നും മാത്രം പോരാ. അത് നിങ്ങൾക്ക് ആൾമോസ്റ്റ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ തരുമായിരിക്കും. പക്ഷേ 8% റിട്ടേൺ കൊണ്ടൊന്നും നമുക്കൊരിക്കലും വെൽത്ത് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ മീഡിയം ടു ലോങ് ടൈം ഗോൾസില്ലേ, വീട് വാങ്ങുക, മക്കളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഓർ ഏർലി റിട്ടയർമെൻറ്റ്, ഇതിനു വേണ്ടി ഷെയർ മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിലെ ഫണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനാവും. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ ഒരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് 15% റിട്ടേൺ കിട്ടിയിരുന്നാൽ അത് 10 വർഷം കൊണ്ട് 4 ലക്ഷമായിട്ടുണ്ടാവും. അതേ എമൗണ്ട് ഒരു 10 വർഷം കൂടെ ഇട്ട് കഴിഞ്ഞാൽ 16 ലക്ഷമാവും. വീണ്ടും ഒരു 5 വർഷം കൂടെ ഇട്ടാൽ ഏതാണ്ട് 33 ലക്ഷം രൂപ. അതുകൊണ്ടാണ് പറയുന്നത് ടൈം ഈസ് മണി. ഓൾസോ ആൽബർട്ട് ഐൻസ്റ്റീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിച്ചത്. സോ ഇത്തരത്തിലൊരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. വർക്കിംഗ് എംപ്ലോയീസിന് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമെന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ന്യൂസ് ഒന്നും നോക്കാതെ കണ്ടിന്യൂസ് ആയി ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് സ്മോൾ ക്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ അപ്രോച്ച്. ഞാൻ എൻ്റെ മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും സ്മോൾ ക്യാപ്പ് ഫണ്ടിലേക്കാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഓൾസോ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഹമ്പിൾ അഡ്വൈസ് എന്നത്, നിങ്ങൾ ഒരു വർക്കിംഗ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നിങ്ങളുടെ വർക്ക് ഫോക്കസിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഈയിടെ ഞാൻ വായിച്ചൊരു ന്യൂസിൽ കണ്ടത് 93% ഓപ്ഷൻ ട്രേഡേഴ്സും ലോസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ്. സോ ഓൾവേസ് ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം. എപ്പോഴും ഓർക്കുക, നമ്മുടെ ഗോളെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നല്ല, ഡിസിപ്ലിൻഡായി ഇൻവെസ്റ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നാണ്. സ്റ്റാർട്ട് ഔട്ട്സോഴ്സിങ് യുവർ ടാസ്ക്. ടൈം ഈസ് മണി. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ അറിയാനുള്ളൊരു കൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എല്ലാ തവണയും പണമാണോ നമ്മുടെ സമയമാണോ മുഖ്യമെന്ന് ആലോചിച്ചിട്ട് അതിലൊരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കുക. നമ്മുടെ കയ്യിൽ ക്യാഷ് വന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ ടാസ്കുകളൊക്കെ കുറച്ച് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഉദാഹരണത്തിന് ടാക്സ് റിട്ടേൺ ഫയലിംഗ്, കാർ വാഷ്, വീടിന് ചുറ്റുമുള്ള കാട് വൃത്തിയാക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ആ സമയത്ത് നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മുടെ ലൈഫിൽ കൂടുതൽ വാല്യൂ ഉണ്ടാക്കി തരുമെന്നുള്ള കുറച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുക. ഒരു എക്സാമ്പിളിന് 20 സെൻറ്റുണ്ട് നമ്മുടെ വീടിന് ചുറ്റും. അവിടെയുള്ള കാട് വൃത്തിയാക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു 4 ദിവസം എടുത്തുനിന്നിരിക്കും. പക്ഷേ അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അയാൾ ചിലപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് 2000 രൂപയ്ക്ക് ചെയ്ത് തീർത്തുന്നതായിരിക്കും. നമുക്ക് ലാഭമായത് 4 ദിവസമാണ് 2000 രൂപയേക്കാൾ. ആ 4 ദിവസങ്ങളിൽ നമ്മൾ പുതിയ ഏതെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ ആ തീരുമാനം എടുത്ത വഴി ഭാവിയിൽ നമ്മുടെ ഇൻകം കൂടും. ഓട്ടോമേറ്റ് യുവർ ഫിനാൻസസ്. എല്ലാം സെറ്റായാൽ നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫിനാൻസ് ഓട്ടോമാറ്റിക് ചെയ്യുക എന്നത്. ഇത് വളരെ ക്രൂഷ്യലാണ്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി നമ്മുടെ പണം എക്സാക്ട്ലി എവിടേക്കാണോ പോകേണ്ടത് അവിടെ തന്നെ എത്തിച്ചേരും. ഒരു നോർമൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എമർജൻസി ഫണ്ട് ആൻഡ് സേവിങ്സ് ഫണ്ട്. ഇതിലേക്ക് എല്ലാ മാസവും നമ്മുടെ സാലറിയുടെ 10% പോവുക. നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഗോൾ അച്ചീവ് ആവുന്നതുവരെയെങ്കിലും. റിട്ടയർമെൻറ്റ്, EPF, NPS, അത്തരത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മന്ത്ലി നിങ്ങളുടെ സാലറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ക്യാഷ് പോകുന്നത് സെറ്റപ്പ് ചെയ്യുക. നിങ്ങളുടെ പേയ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് ഒരു അൾട്ടിമേറ്റ് ഹാക്കാണ്. അതുവഴി നിങ്ങൾക്ക് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇത് ഒരിക്കൽ സെറ്റപ്പ് ചെയ്താൽ പിന്നെ നിങ്ങൾ പോലും അറിയാതെ തന്നെ ആ ക്യാഷ് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതാണ് ആ 7 പോയിൻറ്റ്സ്. ഇത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ആൻഡ് എല്ലാ തവണയും സാലറി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ സാലറി ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സപ്പോർട്ട് വേണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. sagarmurali.com പറഞ്ഞില്ലായിരുന്നു.